മാം, ഇപ്പോൾ ടീനേജേഴ്സിന്റെ ഏറ്റവും വലിയ കൺസേൺ മുഖക്കുരുവാണ്. അപ്പൊ ഈ മുഖക്കുരു വരാതിരിക്കാൻ, അതുപോലെ തന്നെ എന്തുകൊണ്ട് അത് വരുന്നത്, എങ്ങനെയാണ് അത് വരാതിരിക്കാനുള്ള പ്രിക്വേഷൻസ് ഒക്കെ, എന്തൊക്കെ മെഷേഴ്സ് എടുക്കണ്ടേ? ടീനേജ് മുഖക്കുരു വരാനുള്ള ഒരു മെയിൻ ഏജാണ്. അതായത് 15 to 30 years ആണ് മുഖക്കുരു വരുന്ന ഒരു മെയിൻ പ്രായം. ഓക്കെ, പക്ഷേ ഈ പ്രായത്തിൽ നോർമലി കുറച്ച് കുരുവൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. അത് കുറച്ച് അധികം ആകാൻ കാരണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ നമ്മുടെ ഡയറ്റിൽ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, ഡയറി പ്രോഡക്ട്സ്, ഇതൊക്കെയാണ് ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഭക്ഷണങ്ങൾ ഒന്ന് കുറയ്ക്കേണ്ടി വരും നമുക്ക്. പിന്നെ നമ്മൾ ടീനേജേഴ്സ് ചെയ്യണ വേറൊരു കാര്യമുണ്ട്. അവൾ ഓവർ ദ കൗണ്ടറായിട്ട് കുറച്ച് ക്രീമുകൾ മേടിക്കാൻ കിട്ടും. ഇതിനൊക്കെ ലൈറ്റ്നിങ് ക്രീം, വൈറ്റനിങ് ക്രീം എന്ന പേരിൽ വരാം. അത് കുറേ ബ്രാൻഡ് നെയിംസിലുണ്ട്. യൂഷ്വലി ജാറിലാണ് വരിക. അപ്പോൾ ഈ ക്രീംസിൽ എന്താ വെച്ചാൽ സ്റ്റിറോയിഡ് കണ്ടൻറ്റ് ഉണ്ടാവാം. സ്റ്റിറോയിഡ് ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് 2 weeks അപ്ലൈ ചെയ്താൽ ഭയങ്കര മാറ്റമാണ് മുഖത്ത്. ഓക്കെ, നന്നായി വെളുക്കാറുണ്ട്. പക്ഷേ ബിയോണ്ട് 2 weeks അപ്ലൈ ചെയ്യുന്തോറും മുഖത്ത് കുരു പൊന്തും. പിന്നെ ഇതൊക്കെ ഈ ക്രീം സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് അതിലേറെ കുരു വരിക. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് അപ്ലൈ ചെയ്യും ഈ ക്രീമുകൾ. അപ്പോൾ ഇങ്ങനത്തെ ക്രീമുകളാണ് ഒരു കാരണം. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ വൈറ്റനിങ് ക്രീം, ലൈറ്റനിങ് ക്രീംസ് ഒഴിവാക്കുകയാണ് നല്ലത്. പിന്നെ വേറെ കുരു വരാനുള്ള കാരണങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ കുറേയേറെ ബി കോംപ്ലക്സ് ടാബ്ലറ്റുകൾ, കോഫ് സിറപ്പുകൾ, സ്റ്റിറോയിഡിൻ്റെ ടാബ്ലറ്റ്, സ്റ്റിറോയിഡ് ക്രീംസ്, ഇങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചാലും കുറേ കുരു വരും. പിന്നെ സ്റ്റിറോയിഡ് ഇൻഹേലർസും വെരി ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്താലും മുഖക്കുരുവിന് ഒരു കാരണമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങൾ.